ഡിയർ സ്റ്റുഡൻസ്, ഒരു ചാർജ് നിശ്ചിത അകലത്തിലുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഒരു ഡൈപോൾ ഉണ്ടാക്കുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനും നമുക്കറിയാം. എന്നാൽ സിമെട്രിക് ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് ഷീറ്റ്, കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷെല്ല് എന്നിവ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിലോ അതിനെ സഹായിക്കുന്ന ഗോസ് ലോ അല്ലെങ്കിൽ ഗോസ് തിയറമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഗോസ് തിയറം പഠിക്കുന്നതിന് മുൻപ് ഇൻട്രൊഡക്ഷനായി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഏരിയ വെക്റ്റർ. ഏതൊരു സർഫേസിനും നമുക്കൊരു ഏരിയ വെക്റ്റർ കൺസിഡർ ചെയ്യാം. ഈ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ ഏരിയ ആയ എ ആയിരിക്കും. ഡയറക്ഷൻ ഓഫ് ദിസ് വെക്റ്റർ വിൽ ബി നോർമൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ സർഫേസ്. അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫേസിൽ കൂടി നോർമലായി കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ് ഇലക്ട്രിക് ഫ്ലക്സ്. മാത്തമാറ്റിക്കലി ഫൈ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വിച്ച് ഇസ് അഗെയിൻ ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. ഫൈ ആണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ സിമ്പിൾ. ഇറ്റ് ഇസ് എ സ്കെയിലർ ആൻഡ് എസ് എ യൂണിറ്റ് ഇസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുലംബ്. ഏരിയ വെക്റ്ററിൻ്റെ ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള 3 ഓറിയൻറ്റേഷനാണിത്. ഫസ്റ്റ് കേസ്, ഇ ആൻഡ് എ ആർ പാരലൽ ടു ഈച്ച് അതർ. Therefore, maximum flux passes through it. Third case, E and A are perpendicular to each other. Minimum flux is there in this case through the area. Second one is any angle theta between E and A. Flux will be E A cos theta through the area. ഇനി നമുക്ക് ഗോസ് തിയറം പഠിക്കാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് through any closed surface is equal to 1 by epsilon 0 times the net charge enclosed by the surface. That is, phi is equal to closed integral E dot ds, which is again equal to q by epsilon 0, where q is the charge enclosed by the surface. ഗോസ് തിയറത്തിൻ്റെ പ്രൂഫ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ചാർജ് q ആർ ഡിസ്റ്റൻസിലുള്ള പി എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് വെക്റ്റർ ഇ. ക്യൂ ഒരു പോയിന്റ് ചാർജാണ്. ആർ എന്ന റേഡിയസ് ഉള്ള എല്ലാ പോയിൻറ്റ്സിനെയും കണക്ട് ചെയ്ത് നമുക്ക് ക്യൂവിന് ചുറ്റും 3 ഡയമെൻഷനിൽ ഒരു സ്ഫിയർ ഉണ്ടാക്കാം. ഈ സ്പെറിക്കൽ ഷേപ്പുള്ള ഇമാജിനറി സർഫേസാണ് ഗോസിയൻ സർഫേസ്. ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആൻഡ് സർഫേസ് ഏരിയ വെക്റ്റർ ഇസ് ഈക്വൽ ടു 0. സർഫേസ് ഏരിയ വെക്റ്റർ എന്നുള്ളത് ഈ ഗോസിയൻ സർഫേസിൻ്റെ സർഫേസ് ഏരിയ ആണ്. അതെപ്പോഴും റേഡിയൽ ആയിരിക്കും. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഫൈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, തീറ്റ 0 ആയതുകൊണ്ട് ഇ ഡി എസ് കോസ് 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ്. അതിൽ ഇ എന്നത് ഒരു ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അറ്റ് എ ഡിസ്റ്റൻസ് ആർ it will be a constant. So take it out of integral sign. E into closed integral ds. പക്ഷെ നമുക്കറിയാം ഇത് ഒരു സ്പെറിക്കൽ സർഫേസ് ആണ്. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് 4πr² ആയിരിക്കും, സ്ഫിയറിൻ്റെ സർഫേസ് ഏരിയ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ E is equal to 1 by 4π epsilon 0 q by r². ഇത് രണ്ടും നമ്മൾ ഫ്ലക്സിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈ വിൽ ബി ഈക്വൽ ടു, ആദ്യം ഇയുടെ വാല്യൂ കൊടുക്കും 1 by 4π epsilon 0 q by r² ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസിന് പകരം 4πr². ഇവിടെ ഏതൊക്കെ ടേമാണ് ക്യാൻസൽ ആവുന്നതെന്ന് നോക്കുക. 4πയും r² ക്യാൻസലായിട്ട് q by epsilon 0 മാത്രം നമുക്ക് ബാക്കിയായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോസ് തിയറമാണ്. ഗോസ് തിയറം അനുസരിച്ച് ഫൈ വാസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വിച്ച് ഇസ് അഗെയിൻ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഗോസ് തിയറത്തിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഡയഗ്രമാണിത്. ഇവിടെ പോയിൻ്റ് ചാർജാണ് ക്യൂ.
ഈ ചാർജിൻ്റെ ഗോസിയൻ സർഫേസ് 2 റേഡിയസിൽ വരച്ചിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലെക്സ് ലൈൻസ് φ1 ആൻഡ് φ2 ആണ്. അപ്ലൈയിങ് ഗോസ് തിയറം phi is equal to q by epsilon 0. φ1 equal to φ2 and it is equal to q by epsilon 0. Number of flex lines depends on the total charge enclosed by the surface എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗോസ് തിയറം അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. ചാർജിൻ്റെ വാല്യൂ 2 മൈക്രോ കൂലംബാണ്. ഗോസിയൻ സർഫേസിൽ കൂടി കടന്നു പോകുന്ന ഫ്ലെക്സ് ആണ് കാണേണ്ടത്. നമ്മുടെ ഇക്വേഷൻ phi ഈക്വൽസ് q ബൈ എപ്സിലോൺ 0. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം q SI യൂണിറ്റിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. ഇന്നത്തെ ക്ലാസ് സമ്മറി: ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫേസ് phi is equal to closed integral E dot ds. It's a scalar and the unit is Newton meter square per coulomb. Gauss theorem: the total electric flux through any closed surface phi is equal to closed integral E dot ds, which is again equal to q by epsilon 0, where q is the total charge enclosed by the surface.